ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ഇന്ന് ഒരു കവി ആണ് എത്തിയത്. തെങ്ങമം ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു കവിത നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ വെച്ച് പാടി. ആ പാട്ട് നമുക്ക് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് തെങ്ങമം ഗോപകുമാർ. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ശിലാ സന്തോഷിൻ്റെ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗൃഹം കൂടിയാണ്. ഇവിടെ വന്നു നിൽക്കുന്നത് എന്നോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് നല്ല ഭൂമിയും നല്ല മനുഷ്യരും അവരുടെ പ്രതിനിധികളായി എത്തിയിട്ടുള്ളത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി സന്ദേശം കൊടുത്ത കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാറിനോടൊപ്പം. അദ്ദേഹം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നല്ല ഭൂമിയും നല്ല മനുഷ്യരും. നോക്കണം, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോഴാണ് നമുക്ക് പിന്നാലെ കടന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി സന്ദേശം കൊടുക്കാൻ നമ്മൾക്ക് തോന്നുന്നത്. യൗവനത്തിളപ്പിൽ ഒരുപക്ഷെ അങ്ങനെ പലർക്കും തോന്നുകയില്ല. ഇവിടെ അതിനൊരു ആക്ഷേപമായി നിലകൊള്ളുന്നത് യുവരക്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ശിലാ സന്തോഷ്. അദ്ദേഹത്തിന് 40 തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനു മുമ്പേ ഈ ഭൂമിയുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ലോകത്തിന് വലിയ സന്ദേശങ്ങൾ പ്രായോഗിക തലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു വിസ്മയമാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭൂമിയുടെ ആയുസ് 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ്. കാരണം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സസ്യശേഖരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കരവിരുതിനെക്കുറിച്ച് ശിലയിലും മണ്ണിലും തടിയിലും അദ്ദേഹം കൊത്തിവെച്ച കവിതകൾ സത്യത്തിൽ ചെറുപ്പക്കാരനായ ഈ പെരുന്തച്ഛനെ ലോകം ഇനിയും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ നാട്ടുകാരനായ എനിക്ക് ദുഃഖം തോന്നുകയാണ്. ഞാനിവിടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു കവിത ചൊല്ലുകയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി പാടിയ ഈ ബാലചന്ദ്രൻ ചേട്ടൻ ഇവിടെയുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, തൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിന് വേണ്ടി, ശിലാ സന്തോഷിന് വേണ്ടി ഞാനൊരു ചെറിയ കവിത ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ ആയുസ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഒരുപക്ഷെ ഈ സൗരയൂഥത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരു ലോകമുണ്ടാകും, അവിടെ ഒരു ഭൂമി ഉണ്ടാകും, ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരവിടെ ഉണ്ടാകാം. ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ആകൃതിയും എൻ്റെ സ്വഭാവമുള്ള ഒരാൾ അവിടെ കാണാം. ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ കാണാം, അല്ലെങ്കിൽ മറ്റ് സ്വഭാവമുള്ള മറ്റ് വൈവിധ്യങ്ങൾ ഉള്ള. അപ്പം അങ്ങനെ ഒരു സങ്കല്പത്തിൽ നിന്ന് എഴുതിയ ഒരു കവിത. അപ്പോൾ അത് ചൊല്ലാൻ കാരണമായത് ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നി മറ്റൊരു സ്വർഗത്തിൽ ഞാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രണയപേടകം എന്നാണ് കവിതയുടെ പേര്. ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടുപോൽ സൗരയൂഥം, ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടുപോൽ സൗരയൂഥം, അവിടെയുണ്ടുപോൽ ധർത്തിയെപ്പോലെ മർത്യഗ്രഹം, മർത്യരിൽ നീയുണ്ട് ഞാനുണ്ട്, മർത്യരിൽ നീയുണ്ട് ഞാനുണ്ട്, നാം ഏതു ഭാഷയിൽ സംവദിച്ചിടാം അവിടെയും. ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടാമൊരു സൗരയൂഥം, അവിടെയുണ്ടുപോൽ ധർത്തിയെപ്പോലെ മർത്യഗ്രഹം, മർത്യരിൽ നീയുണ്ട് ഞാനുണ്ട്, നാം ഏതു ഭാഷയിൽ സംവദിച്ചിടാം അവിടെയും. അവിടെയുണ്ടാകുമോ പുഴകളെ പോലെ അമ്മമാർ, കാലമൊഴുകുമോ അവരിലൂടവിടെയും. അവിടെയുണ്ടാകുമോ പുഴകളെ പോലെ അമ്മമാർ, കാലമൊഴുകുമോ അവരിലൂടവിടെയും. കടലിലുണ്ടാകുമോ കണ്ണുനീരിൻ്റെ ലവണ ദുഃഖങ്ങൾ, കരയിലുണ്ടാകുമോ വേർപ്പിൻ്റെ ചൂരും ചുവപ്പും. ശോകബീജങ്ങളിൽ നിന്നവിടെയും കാലം ആദികാവ്യമായി പിറന്നിരിക്കുമോ,
അമ്പുകൂർപ്പിച്ച വേടനവിടെയും കവിയായി പരിണമിച്ചിരിക്കുമോ? ശോകബീജങ്ങളിൽ നിന്നവിടെയും കാലം ആദികാവ്യമായി പിറന്നിരിക്കുമോ? അമ്പുകൂർപ്പിച്ച വേടനവിടെയും കവിയായി പരിണമിച്ചിരിക്കുമോ? അവിടെയുണ്ടാകുമോ മൃത്യുഭക്ഷിക്കുന്ന മർത്യഭ്രൂണങ്ങൾ, ഗർഭപാത്രത്തിലേ ജനിച്ച രക്തസാക്ഷികൾ, നഗരം പെറ്റുവച്ച ചാപിള്ളകൾക്കുമേൽ വട്ടമിട്ടു പറക്കുമോ കഴുകനെ പോൽ പതാകകൾ? ഒറ്റ രാത്രിയിൽ ലോറി കയറിപ്പോയ കുന്നുകാണാഞ്ഞിണപ്പക്ഷി കൂടുതെറ്റുമോ? ഒറ്റ രാത്രിയിൽ ലോറി കയറിപ്പോയ കുന്നുകാണാഞ്ഞിണപ്പക്ഷി കൂടുതെറ്റുമോ? വാക്കിനുള്ളിലെ കന്മദം കവിതയായി പിറവികൊള്ളുമോ? വാക്കിനുള്ളിലെ കന്മദം കവിതയായി പിറവികൊള്ളുമോ? ഒടുവിലൊറ്റയാകുന്നതിൻ മുമ്പേ പെറ്റമക്കളാൽ മലിനമാകുമോ? ഒടുവിലൊറ്റയാകുന്നതിൻ മുമ്പേ പെറ്റമക്കളാൽ മലിനമാകുമോ? വൃദ്ധരാകുന്നതിൻ മുമ്പേ മൃത്യു ഭക്ഷിക്കുമോ നഗരവീഥിയിൽ? ഉണ്ടായിരിക്കാം അവിടെയും നമ്മളെപ്പോലെ രണ്ടുപേർ, ഉണ്ടായിരിക്കാം അവിടെയും നമ്മളെപ്പോലെ രണ്ടുപേർ, അസ്വതന്ത്രരാം പ്രണയബദ്ധർ, പരസ്പരം പ്രേമമുണ്ട പഴികളാൽ വേർപിരിഞ്ഞതിനോർമ്മ തീണ്ടി മരിച്ചവർ, പരസ്പരം പ്രേമമുണ്ട പഴികളാൽ വേർപിരിഞ്ഞതിനോർമ്മ തീണ്ടി മരിച്ചവർ. നന്ദി, നമസ്കാരം.